ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. മനുഷ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കുന്നതിന് പകരം പരിസ്ഥിതി കേന്ദ്രീകൃതമായി മനുഷ്യൻ ചിന്തിക്കണമെന്ന് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവിനെ പകരം പ്രകൃതിയെ കാക്കാമെന്ന മുദ്രാവാക്യവുമായി രൂപം കൊണ്ട പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ പ്രഖ്യാപനം കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കവിയും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ പ്രഖ്യാപനം നിർവഹിച്ചു. മനുഷ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കുന്നതിന് പകരം പരിസ്ഥിതി കേന്ദ്രീകൃതമായി ചിന്തിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി മനുഷ്യൻ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ അനുഭവങ്ങളായി തീർന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പാരിസ്ഥിതിക ബോധത്തിന്റെ അഭാവമാണ്. ഒരു ചെടി ഒരു തണലാണ്. ബുദ്ധൻ ചെടിയുടെ താഴെ ധ്യാനിച്ചപ്പോൾ ധ്യാനം കഴിയുന്നത് വരെ ആ മരത്തിന്റെ നിഴൽ ബുദ്ധന്റെ മേൽ തന്നെ നിന്നു. വൈകുന്നേരം നിഴല് മാറാതെ നമ്മുടെ ധാരണയുടെ മേൽ ഇങ്ങനെ അർത്ഥവത്തായ ഒരു നിഴലായി ഈ പ്രകൃതി ബോധമുണ്ടാകണം എന്ന് ആശംസിച്ചുകൊണ്ട് എഴുത്തുകാരനും പ്രഭാഷകനുമായ VT ജയദേവൻ പരിസ്ഥിതി പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർ വരുൺ ഭാസ്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ മാനേജർ ഡോക്ടർ സിസ്റ്റർ നീത AC, ഫൗണ്ടേഷൻ രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുക്കര, സെക്രട്ടറി സെഡ്ഡെ സൽമാൻ, ഷാജുഭായി ശാന്തിനികേതൻ, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ അഞ്ജലി മരിയ AC, ആഞ്ചലീന മരിയ റോഷൻ, അബിയിൽ ആൻ തോമസ്, ശ്രേയലക്ഷ്മി, സുമാപ്പള്ളിപ്പുറം, M ഷഫീഖ്, TK രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നാടെങ്ങും ശോഭീന്ദ്ര വൃക്ഷം വെച്ച് പിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം പ്രൊഫസർ ശോഭീന്ദ്രന്റെ മക്കളായ ബോധികൃഷ്ണ, ധ്യാൻദേവ്, കൊച്ചുമക്കളായ ആദ്യ വൈദേഹി, അവനി മിത്ര എന്നിവർ ചേർന്ന് വൃക്ഷത്തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു. ജൂലി സെലീന, നിരഞ്ജന എന്നിവർ ശോഭീന്ദ്ര സ്മൃതി കവിതകൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വ്യാപാരി വ്യവസായി ക്ഷേമനിധിയിൽ നിന്നും നൽകിവരുന്ന തുച്ഛമായ വാർദ്ധക്യ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് വ്യാപാരി വ്യവസായി